നിരവധി സീരിയലുകളിലൂടെയും ടെലിവിഷൻ പരിപാടികളിലൂടെയും ആരാധകരെ സ്വന്തമാക്കിയ സീരിയൽ നടിയാണ് അമൃത വർണ്ണൻ. അമൃതയുടെ ഭർത്താവ് പ്രശാന്തും നടനാണ്. നേരത്തെ വിദേശത്ത് ജോലി ചെയ്തിരുന്ന പ്രശാന്ത് വിവാഹശേഷമാണ് ഭാര്യയ്ക്കൊപ്പം സീരിയലുകളിലേക്കും എത്തിയത്. 3 വർഷം മുമ്പായിരുന്നു ഇവരുടെ വിവാഹം. ഇപ്പോഴിതാ ഇരുവരും വേർപിരിയാൻ പോവുകയാണെന്ന വാർത്തയാണ് പ്രചരിക്കുന്നത്. അടുത്തിടെ ഇരുവരുടെയും അടുത്ത സുഹൃത്തുക്കളായ നടി അശ്വതിയുടെയും നടൻ രാഹുലിൻ്റെയും വിവാഹത്തിന് അമൃതയും പ്രശാന്തും ഒന്നിച്ചെത്തിയ വീഡിയോകളും ഒരുമിച്ച് യാത്ര പോയ വീഡിയോകളുമൊക്കെ ശ്രദ്ധ നേടിയിരുന്നു. മാത്രമല്ല, ഇരുവരുടെയും വിവാഹ ജീവിതത്തിന് 3 വർഷം തികയവെയാണ് ഇങ്ങനെയൊരു വാർത്തയും എത്തിയത്. പിന്നാലെ എന്താണ് തങ്ങൾക്കിരുവർക്കുമിടയിൽ സംഭവിച്ചത് എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇരുവരും. ഷൂട്ടിങ്ങും തിരക്കുകളും കാരണമാണ് ലൈവിലൊന്നും വരാതെയിരുന്നതും യൂട്യൂബ് ചാനലിൽ വീഡിയോകൾ ചെയ്യാതിരുന്നതും. പ്രശാന്തിൻ്റെ പുതിയ സീരിയൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. ടെലികാസ്റ്റ് ചെയ്യുന്ന തീയതി ഫിക്സ് ചെയ്തിട്ട് അതേക്കുറിച്ച് പറയാം. 2024 ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. എന്തെങ്കിലും ബിസിനസ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. കുറേ പേർ അമൃതയ്ക്ക് മെസ്സേജുകൾ അയച്ചിരുന്നു, ചേച്ചി ഈ വണ്ണമൊന്ന് കുറച്ചൂടെയെന്ന്. അതേക്കുറിച്ച് സീരിയസ് ആയിട്ട് ആലോചിക്കുകയാണ്. ഞങ്ങളുടെ വീഡിയോസ് കുറച്ചു നാളായി കാണാത്തതുകൊണ്ട് കുറേ പേർ മെസ്സേജ് അയച്ചിരുന്നു. നിങ്ങൾ വേർപിരിഞ്ഞോ എന്നൊക്കെയാണ് കൂടുതൽ ആളുകളും ചോദിച്ചത്. വീഡിയോസ് കണ്ടില്ല എന്നു കരുതി എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്നറിയില്ല. ഈ ഫ്ലാറ്റിലുള്ള ആളുകൾക്കൊക്കെ അറിയാം ഞങ്ങൾ രണ്ടാളും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. അമൃതയും പ്രശാന്തും വേർപിരിഞ്ഞോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. കുറച്ച് വീഡിയോകളിൽ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നില്ല എന്ന് കരുതി ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തനിച്ച് കുറച്ച് വീഡിയോസ് ചെയ്തു നോക്കിയതാണ്. ഇനിയും കുറേ വീഡിയോകൾ എടുത്തു വച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ചല്ലേ എന്ന് ചോദിച്ച് കുറേ സംസാരവും ഉണ്ടായിട്ടുണ്ട്. ഒരു പ്രശ്നവും ഇല്ല എന്നല്ല, സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്, അല്ലാതെ ഒന്നുമില്ല. 2 സീരിയൽ ചെയ്ത ശേഷം ഞാൻ 4 മാസം ഗ്യാപ്പ് എടുത്തിരുന്നു. അടുത്ത സീരിയൽ ഷൂട്ടിംഗ് തുടങ്ങി. അമൃതയുടെ 2014 കളഞ്ഞുപോയ ലൈസൻസ് ഇപ്പോൾ തിരിച്ചു കിട്ടിയിട്ടുണ്ട്. അതും ഒരു നല്ല വിശേഷമാണ്. ലൈസൻസ് ഉണ്ടെന്നേ ഉള്ളൂ, വണ്ടി ഓടിക്കാൻ അറിയില്ല. ഇനി ഞങ്ങളുടെ എല്ലാ വിശേഷങ്ങളും ഞങ്ങൾ നിങ്ങളോട് ചാനലിലൂടെ മുടങ്ങാതെ പങ്കുവയ്ക്കും എന്നാണ് അമൃതയും പ്രശാന്തും പറഞ്ഞിരിക്കുന്നത്. ഗോസിപ്പിൻ്റെ പുറകെ ഞങ്ങൾ രണ്ടാളും പോവാറില്ല. ഓരോരുത്തരും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് വളച്ചൊടിക്കുന്ന ഗോസിപ്പിലെ കാര്യങ്ങൾ ഞങ്ങൾ കേൾക്കാൻ നിൽക്കാറില്ല. നമ്മൾ എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ, അത് മതിയെന്നാണ് അമൃതയും പ്രശാന്തും മുൻപ് ഒരു അഭിമുഖത്തിൽ പറഞ്ഞത്. സീരിയൽ പ്രേമികളുടെ ഇഷ്ടതാരങ്ങളിൽ ഒരാളാണ് അമൃത വർണ്ണൻ. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ടെലിവിഷൻ രംഗത്തേക്ക് എത്തിയത്. വിവാഹശേഷവും അഭിനയ രംഗത്ത് സജീവമാണ്. വർഷങ്ങളായുള്ള പരിചയത്തിനൊടുവിലാണ് പ്രശാന്തും അമൃതയും വിവാഹിതരായത്. നേരത്തെ അമൃതയെ ഇഷ്ടമാണെന്ന് പറയുകയും പ്രപ്പോസ് ചെയ്യുകയും ചെയ്തിരുന്നുവെങ്കിലും അത് അമൃത നിരസിക്കുകയായിരുന്നു. എന്നാൽ വീട്ടിൽ കല്യാണാലോചനകൾ സജീവമായപ്പോഴാണ് പ്രശാന്തിൻ്റെ പ്രപ്പോസലിനെ കുറിച്ച് അമൃത പറഞ്ഞത്. തുടർന്ന് വീണ്ടും പ്രശാന്തിനെ വിളിച്ചപ്പോൾ താൻ വേറൊരാളുമായി പ്രണയത്തിലാണെന്നായിരുന്നു മറുപടി. അതാദ്യം അമൃതയ്ക്ക് ചെറിയ ഷോക്ക് നൽകിയെങ്കിലും മറ്റ് ആലോചനകളുമായി മുന്നോട്ട് പോയി. എന്നാൽ അതൊന്നും നടന്നില്ല. പ്രശാന്തിൻ്റെ പ്രണയം തകരുകയും ചെയ്തു. ഇനി പ്രണയമില്ല, നേരെ വിവാഹം എന്ന ചിന്തയുമായി ഇരിക്കുമ്പോഴാണ് അമൃതയുമായി വീണ്ടും കോണ്ടാക്ട് ഉണ്ടായത്. ദുബായിലായിരുന്ന പ്രശാന്ത് നാട്ടിലെത്തി കാണുകയും വിവാഹം തീരുമാനിക്കുകയും ചെയ്തു. തുടർന്ന് വിവാഹശേഷമാണ് ഇരുവരും പ്രണയിച്ചു തുടങ്ങിയത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.